നിലമ്പൂര് വലിയ ഒരു മണ്ഡലമാണ്. ഒരുപാട് ഭൂപ്രകൃതിയുള്ള മണ്ഡലമാണ്. മലയോര മേഖലയുണ്ട്, ആദിവാസി കോളനികളുണ്ട്, ആദിവാസി ബൂത്തുകൾ ഉള്ള മണ്ഡലം കൂടിയാണ്. വി അരുൺ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു ബൂത്തിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അരുണ് ഏത് ഭാഗത്താണുള്ളത്? അവിടുത്തെ പ്രത്യേകത എന്താണ്? എത്ര വോട്ടർമാരുണ്ട്? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, കരുളായി പഞ്ചായത്തിൽ തന്നെയുള്ള നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉള്ളിലാണ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊടും കാട്ടിനുള്ളിലുള്ള ഒരു ബൂത്താണിത്, ഫോറസ്റ്റ് സ്റ്റേഷനാണിത്. ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നാണ് ഈ ബൂത്തുള്ളത്. ഇവിടെ ഉള്ള വോട്ടർമാർ നൂറോളം, അതായത് രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ചോലനായ്ക്കർ വിഭാഗമുള്ള ഏക മണ്ഡലമാണ്. ചോലനായകർക്ക് വോട്ടുള്ള ഏക മണ്ഡലമാണ് നിലമ്പൂർ. അവിടുത്തെ ചോലനായകർ വിഭാഗം വോട്ട് ചെയ്യാനെത്തുന്ന ഏക ബൂത്താണിത്. 100ഓളം വോട്ടുകളാണ് അവർക്കുള്ളത്. അതുൾപ്പെടെയുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് വോട്ടുള്ള ഒരു ബൂത്താണിത്. അവിടെ വലിയ തിരക്കൊന്നുമില്ല, ആളുകൾ വന്നിങ്ങനെ വോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ ഒരു സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പോകുന്നതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. വോട്ട് ചെയ്തായിരുന്നോ? പേരെന്താ? എത്ര ദൂരമുണ്ട് ഇവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക്? 2-3 കിലോമീറ്റർ ദൂരം. നടന്നു പോകണം അല്ലേ? നടന്നു. ഇപ്പോൾ വണ്ടിയിൽ വന്നു. എല്ലാ തവണ വോട്ട് ചെയ്യുമോ? ഇല്ലാത്തവർക്ക് വോട്ടില്ല. അല്ല, എല്ലാ തവണ എല്ലാ വർഷവും എല്ലാ ഇലക്ഷൻ വോട്ട് ചെയ്യും. ആരൊക്കെയാണ് ഇവിടെ മത്സരിക്കുന്നത് അറിയാമോ? അതെ, അറിയില്ല. ഇല്ല. ആർക്കും അങ്ങനെ ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ വന്നായിരുന്നോ? വോട്ട് ചോദിച്ചു വന്നതല്ലേ? ഒരാൾക്കാർ വന്നു വോട്ട് ചെയ്തു. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവരുടെ പറഞ്ഞായിരുന്നു? പറഞ്ഞിക്കണം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഞങ്ങൾക്ക് വീടില്ല, കരയില്ല, വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഒക്കെ പറഞ്ഞിക്കണ ഊലർത്ത്. ഞങ്ങൾ വലിയ മഴയുണ്ടോ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? വലിയ മഴ ഇപ്പോഴും ഉണ്ട്, വലിയ മഴ തന്നെ. അപ്പോൾ ഈ മൃഗങ്ങൾ ഇറങ്ങുന്നതൊക്കെ, മൃഗങ്ങളെയൊക്കെ ആനൊക്കെ വരുന്നുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് ആ ചക്കനെ ആന ആട്ടിക്കണം. ഇവിടെ ഒരു ചക്കന്, ആ ചക്കനാണ് ആന ആട്ടിയത്. ഓടി രക്ഷപ്പെട്ടോ? ഓടി. കുറച്ചും കൂടെ പോയാൽ പോയി ചാടി. ഓന് ആന ഇറങ്ങിയോ മരിങ്ങാന്നോ? എവിടെ വെച്ചായിരുന്നു? എങ്ങനെ, എത്ര മണിക്ക് പകരമായിരുന്നു? ഒരു 7 മണിക്ക്. 7 മണിക്ക്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ പണിക്ക് പോയി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആൻ്റെ മുന്നേ പോയി ചാടി. അതുകൊണ്ട് ഞാൻ പിന്നെ മണ്ടി ഓടി രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ പുറകെ തന്നെ ആന ഫോറസ്റ്റ് കോട്ടേഴ്സ് വരേക്കും എൻ്റെ പുറകെ തന്നെ വന്നു. പിന്നെ ആന പിന്നെ അവിടെ നിന്ന് പോകുന്ന ഒരു 5 മണിക്ക് ശേഷമാണ് പോകുന്നത്. എത്ര ദൂരമുണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് ഇവിടുന്ന്? നിങ്ങളുടെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ഉണ്ട്. ഇത് ഫോറസ്റ്റ് സ്റ്റേഷനാണ്ട് ഇവിടെ വോട്ട് ചെയ്യാൻ വന്നതാണ്. എല്ലാത്തവണ വോട്ട് ചെയ്യും? ഇല്ല. ഈ സ്ഥാനാർത്ഥികളൊക്കെ വന്നായിരുന്നു വോട്ട് ചെയ്യാൻ? സ്ഥാനാർത്ഥികളൊക്കെ അകത്ത് വന്നിരുന്നു? പ്രശ്നങ്ങളൊക്കെ അറിയിച്ചോ? ആനയുള്ളതും അറിയിച്ചു. എന്നാലും വോട്ട് ചെയ്യും. ഇന്ന് പണിക്ക് പോയില്ല? പണിക്ക് പോയില്ല. ഇന്ന് വോട്ട് കണ്ടുകൊണ്ട് പണിക്ക് പോയില്ല. എത്ര പേരുണ്ട് നിങ്ങളുടെ വീട്? അവിടെ നിന്ന് എത്ര ആൾക്കാർ വരാനുണ്ട്? അവിടെ നിന്ന് അപ്പോൾ ഒരു കോളിൽ നിന്നും കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ഒരു 10-50 ആൾക്കാർ വരാനുണ്ട്. എല്ലാവരും വരുമോ? എല്ലാവരും വോട്ട് ചെയ്യാൻ വരും? എല്ലാവരും വരും. രഞ്ജിത്ത്, അതാണ് നമുക്കൊക്കെ ഒരു പക്ഷേ ചിന്തിക്കാൻ പറ്റാത്ത, പേരെന്താ ഉണ്ടേ? രാജൻ. ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുടെ കടന്നു പോകുന്നവരാണ് കാടിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ. കാടിനുള്ളിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് അവരെ. രാജനെ കഴിഞ്ഞ ദിവസവും ആന ഓടിച്ചതാണ്. ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ? എന്തായി? വീടിൻ്റെ കാര്യം ഞങ്ങൾ എപ്പോഴും ചെട്ടിലാണ്. വീടില്ല, സ്ഥലമില്ല. ഇങ്ങനെ താമസിക്കുന്ന അവിടെ എങ്ങനെ ജീവിക്കുന്ന അവിടെ? ജീവിക്കണം ഇങ്ങനെ തന്നെ, ഷെഡ് വെച്ച് കെട്ടി ജീവിക്കുക. പിന്നെ റേഷനരി വാങ്ങി പോവുക. അത് തന്നെ. ഈ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ എടുത്ത് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യമൊക്കെ? ഒക്കെ പറഞ്ഞിരിക്കണം. ചേരിക്കണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കാരൊക്കെ പോയിക്കണം. ഇനി എന്താണാവോ ഏതാണോ. ഇവിടെ ആര് ജയിച്ചാൽ നമുക്കൊരു സഹായം ഉണ്ടാവുമെന്നൊക്കെ അറിയാമോ? അതൊന്നും അറിയില്ല. എന്നാലും ആരെങ്കിലും ജയിച്ചു വരണം. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയാൽ മതി. ഇപ്പോൾ 35-32 കൊല്ലത്ത് ജയിച്ചാൽ നമ്മൾ കജ്ജി പത്തി. എന്നിട്ട് ഞങ്ങൾക്ക് വലിയ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിപ്പോഴും ചെട്ടിന് വെളിയിലോ. ജയിച്ചാലും നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളെ ജീവിതം എങ്ങനെയാണ്? ഇതാണ് ഇവരുടെ ആധാർ കാർഡൊക്കെ ഉണ്ടവർക്ക്. ആധാർ കാർഡൊക്കെ ആയിട്ട് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ കുറേ വർഷങ്ങളായിട്ട് അവർ കൃത്യമായി വോട്ട് ചെയ്യും. മാത്തിയുടെ ആധാർ കാർഡാണിത്. 1968 തോന്നുന്നു ഞങ്ങൾ ആധാർ എടുക്കുന്നത്.
അന്ന് വെച്ച് ഞങ്ങൾ വോട്ട് തുടങ്ങിയതാണ്. എനിക്കുണ്ട് ഇതാ. എല്ലാവർക്കും ആധാറൊക്കെ ഉണ്ട്, കൃത്യമായി വോട്ട് ചെയ്യും. അവരുടെ അവകാശത്തെ പറ്റി അവർ ബോധവാന്മാരാണ്. എന്ത് നിർബന്ധം വന്നാലും 10 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട് ഇവിടുന്ന് അവരുടെ വീടുകളിലേക്ക് പോകാൻ. അവരുടെ ആധാറൊക്കെ കാണിക്കാൻ രഞ്ജിത്ത്. എന്ത് പണിക്കാണ് പോകുന്നത്? ഞാനൊരു പണിക്ക് പോകുന്നില്ല, സുഖമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ആ മാസം കൂടുമ്പോൾ ഒരു 1600 രൂപ പെൻഷൻ കിട്ടും. പെൻഷൻ കിട്ടും, അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ആ, മാസത്തിന് 1600 രൂപ കിട്ടും. അത് കൂട്ടണ്ടേ, അത് മതിയോ? ഇത് എന്ത് മതി? ഒരു മാസം സാർ എങ്ങനെ ഈ 1500 രൂപ ഞങ്ങൾ കഴിഞ്ഞാൽ 2 ആളെങ്കിലും അതിന് ചില വേണ്ടേ? പഞ്ചസാര വേണം, ചായപ്പൊടി വേണം, അതിന് ഉപ്പും മുളകൊക്കെ വാങ്ങണ്ടേ? കൃത്യമായിട്ട് ഇടയ്ക്ക് മുടങ്ങിയിരുന്നു, ഇപ്പം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലേ? ആ, ഇടയ്ക്കൊരു മുടക്കം മുടങ്ങിയിരുന്നു, പിന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 2 മാസം കിട്ടി 3200. സർക്കാരിൻ്റെ കൂട്ടിത്തരാൻ പറയണം. ആ, കൂട്ടിത്തരണം, ഞങ്ങളും പറയാം. ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഈ പെൻഷൻ 2000 രൂപയ്ക്ക് പോലെ വർദ്ധിച്ച് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സുഖമുണ്ട്. 2500 ആക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, എന്നാലും ഞങ്ങൾക്ക് സുഖമാണ്. അതാണ് അവരുടെ ഏക വരുമാനം. അങ്ങനെ ഒരുപാട് പ്രശ്നം, ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണ് രഞ്ജിത്ത്. അവരുടെ ഏക മാർഗം ഈ സർക്കാർ നൽകുന്ന പെൻഷനാണ്. അത് 2000 ആക്കി തന്നാൽ സന്തോഷമെന്നാണ് അവർ പറയുന്നത്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പക്ഷേ അപ്പോഴും ഈ കൊടുങ്കാട്ടിനുള്ളിൽ വന്ന് വോട്ട് ചെയ്ത് അവർ മടങ്ങുകയാണ്. പക്ഷേ ഇതൊരു കേരളായിയൊക്കെ നമുക്കറിയാം, മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന മേഖല കൂടിയാണ്. ഇപ്പോഴും ആ ഒരു ഭീഷണി ഉള്ള മേഖല തന്നെയാണ് അല്ലേ? ശരിക്കും മാവോയിസ്റ്റുകളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. ഇപ്പം ശല്യമില്ല. ഇപ്പോൾ ശല്യമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് പോയെന്നറിയില്ല. പണ്ട് ഇവിടെ ഇടയ്ക്ക് വെടിവെപ്പ് നടന്നതൊക്കെ എൻ്റെ അടുത്താണ്. നമ്മളെ കോളനിയിലുണ്ട്. നിങ്ങളുടെ കോളനി തന്നെയാണ്. മറ്റേ ഡെപ്പോട്ടി SI. ശല്യമൊന്നുമില്ല. ഞങ്ങൾ മറ്റേ താഴെ കോളനിൻ്റെ നേരെ റോഡ് തന്നെയാണ്. ഒരരിയൊക്കെ വാങ്ങിക്കാണ്ട് ഓടിയതാണ്. അരിയൊക്കെ വാങ്ങിച്ചോണ്ട് പോകണം. നമുക്കേ കിടക്ക കഞ്ഞി കുടിക്കാൻ അരിയില്ല, അത് ഇവർ ഓല് വാങ്ങി പോകും. ഇപ്പം പോലീസൊക്കെ ഉണ്ടല്ലേ? ആ, പോലീസ് തണ്ടർ ബോൾട്ടൊക്കെ ഉണ്ട് അവിടെ. ബോട്ടൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഈ അതിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ വെച്ച് തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന. ഓക്കെ അടുത്ത തവണ വോട്ട് ചെയ്യണം. ഓക്കെ. അതായത് ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസ് തണ്ടർബോൾട്ട് സേന എപ്പോഴും ഉള്ള ഒരു പ്രദേശമാണ്. മാവോയിസ്റ്റ് വെടിവെപ്പ് 2018 നടന്ന ആ പ്രദേശത്തിനടുത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് ഈ പോളിംഗ് സ്റ്റേഷനും ഈ ഊരുകളും ഒക്കെ ഉള്ളൂ. ഊരുകൾ എന്ന് പറയാൻ കഴിയുമ്പോൾ അത് കോളനികളും അല്ലെങ്കിൽ ഉന്നതികളെന്ന് വേണം സർക്കാർ പേരിട്ടുക. അങ്ങനെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അത്തരമൊരു പ്രദേശമാണിത്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, എത്രത്തോളം കഠിനമായ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെയാണ് ഈ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വന്നവരാണവർ. അവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. അവർക്ക് നല്ല വീടില്ല. അവരുടെ വരുമാനങ്ങൾ പലപ്പോഴും ഈ പ്രായമായവർക്ക് ഈ പെൻഷൻ അല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്നാണ് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത്. അപ്പോഴും അവർ കൃത്യമായി തന്നെ ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ട്. അവർ മത്സരിക്കുന്ന ആളുകളുടെ പേരൊക്കെ പലർക്കും ഇപ്പോഴും വ്യക്തമായി അറിയില്ല. ആര് ജയിച്ചാലും തങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരണം എന്നൊരു പ്രാർത്ഥന മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി, കാരണം എപ്പോഴും അങ്ങനെ കടന്നു വരാൻ കഴിയുന്നൊരു പ്രദേശമല്ല ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടുന്ന പ്രദേശം തണ്ടർബോൾട്ട് സേനയുടെ വലിയ സാന്നിധ്യമുള്ള ഒരു പ്രദേശം.